ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സ്കിൻ കെയർ ചെയ്യുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കാലിൻ്റെയും കൈയുടെയും ഒക്കെ സംരക്ഷണം. അപ്പം ഇന്ന് നമ്മൾ കയ്യിൽ പാക്കൊന്നും ഇടാനല്ല പോകുന്നത്. നമ്മുടെ കൈ നല്ല യങ്ങർ ലുക്കാക്കി വെക്കാനുള്ള ഒരു മസാജിങ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു 25 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹാൻഡ് മസാജാണ്. ചില ആൾക്കാർ ഒരുപാട് ടൈം വെള്ളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഡിറ്റർജൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ പണിയെടുക്കുമ്പം കൈയുടെയൊക്കെ സ്കിന്ന് ഭയങ്കര ഹാർഡാവാറുണ്ട്, ചിലർക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് ചുളിവ് വീഴാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മസാജാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയുക. ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മസാജിങ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്തെങ്കിലും ഒരു ക്രീമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും നല്ലൊരു ഓയിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലോ ക്രീമോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം എടുക്കാം. ഇത് ഏറ്റവും നല്ലത് ചെയ്യുന്നത് രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ വെള്ളമോ ഡിറ്റർജൻറ്റോ സോപ്പോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം കൈക്ക് കുറച്ച് ഫ്രീ കിട്ടും, ഇതെല്ലാം നന്നായിട്ട് കയ്യിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഒരു ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ക്രീം എടുത്തിട്ട് നന്നായിട്ട് കൈയുടെ പുറത്ത് അപ്ലൈ ചെയ്യാം. ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ കോർത്ത് പിടിക്കാം. കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വന്ന് വേവ് പോലെ ഇങ്ങനെ ഒരു 40 സെക്കൻഡ് ചെയ്യാം. കൈയൊക്കെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ സ്കിന്നൊന്നിങ്ങനെ വലിച്ചു പിടിച്ച് ഒരു സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ഇങ്ങനെ പൊക്കി വലിച്ചു പിടിച്ച് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. ഏറ്റവും നല്ല മസാജിങ് ആണ്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും സ്കിൻ ഇലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്യാനും പറ്റിയ നല്ലൊരു മസാജിങ് ആണിത്. ഇതൊരു 45 സെക്കൻഡ് ഒരു കയ്യിൽ ചെയ്യാം. നെക്സ്റ്റ് അടുത്ത കയ്യിലൊരു 45 സെക്കൻഡ് ചെയ്യാം. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിൻ ഇങ്ങനെ പിൻ ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്യാം. ഇങ്ങനെ പിൻ ചെയ്യുക, എന്നിട്ട് അവിടെ ഒന്ന് റബ്ബ് ചെയ്യുക. ഇത് ഒരേ ഈവണായിട്ട് ഇങ്ങനെ ചെയ്യണം. ഒന്നിങ്ങനെ
പിൻ ചെയ്യുക, എന്നിട്ട് അവിടെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 45 സെക്കൻഡ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഇത് ശരീരത്തിൻ്റെ കോശങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു മസാജിങ് ആണ്. ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് പിടിക്കുക, റബ്ബ് ചെയ്യുക. ഇനി 4th സ്റ്റെപ്പാണ്. നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്യുമ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ ഓയിലാണെങ്കിലും ക്രീം ആണെങ്കിലും നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ക്രീം ഇട്ട് കൊടുക്കുക. ഇനി 4th സ്റ്റെപ്പ്, കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിക്കുക, അകത്തേക്ക് വലിക്കുക. 45 സെക്കൻഡ് അങ്ങനെ ചെയ്യാം. ഇത് റിങ്കിൾസ് മാറാനും മസിൽസിൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനും പറ്റിയ നല്ലൊരു മസാജാണ്. അടുത്ത കയ്യിലും 45 സെക്കൻഡ് ചെയ്യാം. നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് കൈയുടെ ഇവിടെയും ഇങ്ങനൊരു വേദന വരും. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാം. ഇനി 5ാമത്തെ സ്റ്റെപ്പാണ്. നമ്മുടെ ഓരോ വിരലും ഒരു സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യാം.
അടുത്ത കൈയിലേക്ക് നമുക്ക് ചെയ്യാം. ഒരേ സൈഡിലേക്കാണ് ട്വിസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ആറാമത്തെ സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. കൈക്കകത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വിരലിൻ്റെ ഈ ഭാഗത്തേക്ക് നന്നായിട്ട് അമർത്തി ഒരു 45 സെക്കൻഡ് മൊത്തത്തിലൊന്ന് ചെയ്യണം. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒന്ന് അമർത്തി 45 സെക്കൻഡ്. ഇനി ഏഴാമത്തെ മസാജാണ്. 2 ഫിംഗർ എടുക്കുക, ഇതുപോലെ ചെയ്യുക. അതേപോലെ തന്നെ ഈ സൈഡിലോട്ടും ചെയ്യുക. ഒരു കൈ ഫുൾ ഒരു 45 സെക്കൻഡ് അങ്ങനെ ചെയ്യാം.
ഇനി നമ്മൾ 8ാമത്തെ സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ ഗൂഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോൺ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു 40 ഡിഗ്രി ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് മേലേക്ക് മസാജ് ചെയ്യാം. ഓരോ ഫിംഗേഴ്സിലും ഞാൻ ഒരു 10 ടൈംസ് വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് എത്രയാണ് സമയം ചെയ്യാൻ പറ്റുന്നത് അത്രയും ടൈം ചെയ്യാം. എന്നിട്ട് നക്കിൾസ് വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. റിപ്പീറ്റ് ഈ കയ്യിൽ നമുക്കതുപോലെ ചെയ്യാം. ഇനി 9ാമത്തെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അകത്ത് ചെയ്ത പോലെ തന്നെ പുറത്ത് ഇതുപോലെ ചെയ്യാം. കയ്യിൽ മോതിരമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് ഫ്രീ ആയിട്ട് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് ചെയ്തത്. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് മേലോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കൈ ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രീ ആക്കി കുടഞ്ഞ് റിലാക്സ് ചെയ്യാം. ഇനി കഴുകണ്ട. ഓയിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്യാം. ക്രീം ഇട്ട് ചെയ്താൽ നമുക്ക് കഴുകണ്ട. രാവിലെ എണീറ്റിട്ട് കഴുകിയാൽ മതി. കൈ നല്ല റിലാക്സ് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. റിങ്കിൾസൊക്കെ ഡെയിലി ചെയ്താൽ മാറും. നല്ല യങ്ങായിട്ടിരിക്കും നമ്മുടെ മുഖം പോലെ തന്നെ കൈ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും